എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഇന്ത്യൻ 2 എന്ന് പറയുന്ന മൂവിയുടെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സിനിമ റിവ്യൂ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. 1996 ഇന്ത്യൻ 1 നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? നല്ലൊരു സിനിമയാണ്, നല്ല ആസ്വാദ്യകരമായ സിനിമ, നല്ലൊരു കഥയുണ്ട്. കമലഹാസൻ നല്ലൊരു വേഷത്തിൽ വന്ന ഒരു സിനിമയാണ്. ആ സിനിമ കണ്ടിറങ്ങി സന്തോഷത്തോടെ വന്ന നമുക്ക് 28 വർഷത്തിന് ശേഷമാണ് ഈ സിനിമ ഇറങ്ങിയത്. അപ്പോൾ സിനിമയിൽ തന്നെ കുറേ അധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ടെക്നോളജി അതുകൂടാതെ നമ്മളെ ആസ്വാദന രീതിയിലും വളരെയധികം മാറ്റങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ, നമ്മളുടെ ഈ മാറ്റങ്ങളെ അല്ലെ കാലത്തിൻ്റെ ഈ മാറ്റങ്ങളെ ഈ രണ്ടാമത് വന്ന ഈ സിനിമ, അതായത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് നമ്മളെ ആസ്വാദന ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഇല്ല എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ ശങ്കറിൻ്റെ ഈ സിനിമ ജീവിതത്തിൽ വന്ന ഗ്രാഫ് താഴേക്കാണെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അതായത് ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്നത്. അതായത് ശങ്കറിൽ ഉള്ള ഒരു വിശ്വാസം, നല്ലൊരു പൈസ വാരി എറിഞ്ഞ നമുക്ക് നല്ല ദൃശ്യാനുഭവം നൽകുന്ന ശങ്കറിൻ്റെ സിനിമകൾ, അതിലുള്ളൊരു വിശ്വാസം, അതുകൂടാതെ കമലഹാസൻ എന്ന് പറയുന്ന ഉലകനായകനിൽ ഉള്ള ഒരു വിശ്വാസം, ആ അഭിനയ പ്രതിഭയിലുള്ള വിശ്വാസം. പക്ഷെ നമുക്ക് നിരാശയാണ് ബലം. ശങ്കറിൻ്റെ സിനിമയിൽ നമുക്ക് എല്ലാവരും അറിയാം, ഓരോ ഫ്രെയിമിലും ഓരോ പാട്ട് സീനിലൊക്കെ പൈസ നന്നായിട്ട് വാരി എറിയുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ ഒരു ദൃശ്യാനുഭവം നമുക്ക് ദൃശ്യമാകുന്നില്ല. അതുകൂടാതെ കമലഹാസൻ്റെ രൂപം മാറിയുള്ള ഓരോ വരവും ഇതിലൊരു സുഖാനുഭവം നമുക്ക്, അല്ലെങ്കിൽ നല്ലൊരു രസക്കാഴ്ച നമുക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ കഥ പോകുന്നത് എന്ന് പറഞ്ഞാൽ 4 യുവാക്കൾ, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് യുവാക്കൾക്ക്, അതായത് ബാർക്കിംഗ് ഡോഗ് എന്നാണ് അതിൻ്റെ പേര്. അതായത് അഴിമതിക്കെതിരെ നമുക്ക് കുരയ്ക്കാം എന്നുള്ളത് അതിൻ്റെ അർത്ഥം മീൻ ചെയ്യുന്നത്. ബാർക്കിംഗ് ഡോഗ് എന്ന് പറഞ്ഞാൽ അതിൽ അവർ സാമൂഹ്യപരമായ കുറേ കാര്യങ്ങൾ ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് അഴിമതിയാണ് അവർ ആ ചാനലിലൂടെ ഇടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു കോളേജിൽ ഒരു സംഭവം നടക്കുന്നു. അതായത് ഒരു യുവതി അവിടെ ജോലിക്ക് വേണ്ടി പോകുന്നു. അപ്പോൾ 8 ലക്ഷം കൊടുക്കാനായിട്ട് പറയുന്നു. അപ്പോൾ 8 ലക്ഷം ഇല്ലതിൻ്റെ പേരിൽ കുറച്ച് 6 ലക്ഷമോ മറ്റോ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ചില കശപശകൾ നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ യുവതി അതിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി മരണപ്പെടുന്നു. അത് ഇവരിൽ ഒരാൾ, ഈ 4 യുവാക്കൾ ഒരാൾ കണ്ടുകൊണ്ട് വരികയും അവൻ അതിൽ ഇടപെടുകയും ചെയ്യുന്നു. പോലീസിനോട് കേസ് എടുക്കണമെന്ന് പറയുന്നു. പോലീസ് കേസ് എടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അങ്ങനെ അവനെ പോലീസുകാർ കൊണ്ടുപോകുന്നു. പിന്നെ ഇവർക്ക് മനസ്സിലാകുന്നു, കാരണം ഇവരുടെ ചാനൽ കൂടുതൽ പേര് കാണുന്നുണ്ട്, വ്യൂസ് കുറേ പേർക്കുണ്ട് ഇവരുടെ ചാനലിൽ. പക്ഷെ പ്രേക്ഷകരിൽ നിന്ന് ഒരു പ്രതികരണം ഇവരുടെ ചാനലിൽ വരുന്നില്ല. അതായത് ഈ അഴിമതിക്കെതിരെ ഒരു പ്രതികരണം വരുന്നില്ല. ആളുകൾ കാണുന്നു യൂട്യൂബ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ഒരു ഹാഷ്ടാഗ് തോന്നുന്നത്, കംബാക്ക് ഇന്ത്യൻ എന്ന് പറയുന്നത്. ഈ ഹാഷ്ടാഗ് എല്ലാവരും ലൈക്ക് ചെയ്യുന്നു, അത് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നു. അങ്ങനെ മുന്നിലേക്ക് ഇതിൻ്റെ വ്യൂസ് കൂടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് തായ്വാനിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് ഇവരെ ഫ്രണ്ട് വിളിച്ചു പറയുന്നു, അതായത് ഇന്ത്യനെ അവിടെ കണ്ടു എന്നുള്ളത്. അങ്ങനെ ആ ഫ്രണ്ട് അവിടെ ആ തായ്വാനിൽ ഇന്ത്യനെ അന്വേഷിച്ച് നടത്തുന്നു. അവസാനം ഇന്ത്യനെ കണ്ടെത്തുന്നു. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു, അഴിമതിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യനോട് സംസാരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ പറയുന്നു, നിങ്ങളുടെ ചാനലെല്ലാം ഞാൻ കാണാറുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരാൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്കാണ് ഇന്ത്യൻ വരുന്നത്. അപ്പോൾ വേഷം മാറിയൊക്കെ കമലഹാസൻ വരുന്നു, 2-3 വേഷത്തിലൊക്കെ വരുന്നു. പക്ഷേ അതൊന്നും നമുക്കൊരു എന്താ പറയുക, ഒരു ദൃശ്യാനുഭവം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൂടാതെ CBI, നമ്മുടെ നെടുമുടി വേണുവിൻ്റെ മകനാണ് ഇതിൽ. CBIയുടെ നെടുമുടി വേണു അന്ന് ഇന്ത്യൻ മണ്ണിൽ കൈകാര്യം ചെയ്ത റോൾ ചെയ്യുന്ന നെടുമുടി വേണുവിൻ്റെ മകനാണ്. അവൻ ഇവിടെ വല വീശി പിരിക്കുന്നു എയർപോർട്ടിൽ. പക്ഷെ അവിടെ നിന്ന് ഇന്ത്യൻ അതിവിദഗ്ധമായി അവരിൽ നിന്ന് ചാടിപ്പോകുന്നു.
അതുകൂടാതെ ഇവിടേക്ക് വന്നതിന് ശേഷം 3 വലിയ അഴിമതിക്കാരാണ് കൊല്ലുന്നത്, അത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ. അപ്പോൾ ഒരു അഴിമതിക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മദ്യമുതലാളി, അതായത് സ്ത്രീകളുമായിട്ട് ഇങ്ങനെ എപ്പോഴും നടക്കുന്ന, നമുക്ക് ഇവിടെ നിന്ന് പൈസ തട്ടിച്ചു കൊണ്ടുപോയ ഒരു മദ്യമുതലാളി, അതിനാണ് ഒരു സിംബോളിക്കായിട്ട് കാണിക്കുന്നത്, അതിനെ കൊല്ലുന്നു. അതുകൂടാതെ ഗുജറാത്തിലെ വലിയൊരു ഖനി മുതലാളിയെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് അദ്ദേഹത്തെയും വധിക്കുന്നു. അങ്ങനെ ഒരു 3 പേരെ വധിക്കുന്നുണ്ട്, 3 വലിയ ധനികരെ വധിക്കുന്നു. ഈ സീനുകളൊക്കെ, വധിക്കുന്ന സീനുകളൊക്കെ വളരെയധികം വലിച്ചു നീട്ടിയിട്ട് ബോറടിയുടെ നെല്ലിപ്പലക നമ്മൾ കാണുന്നു പറയില്ല, അതുപോലെയാണ് അവരെ വധിക്കുന്ന സീനുകളൊക്കെ. നമുക്ക് വളരെ ബോറടിയാണ് ആ സീനുകളൊക്കെ കാണുന്നത്. നമ്മൾ ഈ സിനിമയിൽ നോക്കുമ്പോൾ ആദ്യ പകുതി, അതായത് ഏകദേശം ഒരു 20 മിനിറ്റ് വരെ കുഴപ്പമില്ലാതെ സിനിമ ചലിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് നമുക്ക് ഒരു ബോറടി, ഒരു ചിരിക്കാനുള്ള, അതായത് എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു, നമുക്ക് അധികം രസം കിട്ടുന്നില്ല. അതുകൂടാതെ ലാസ്റ്റ് ഒരു ഫൈറ്റ് സീനുണ്ട്, അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തില്ല. അതായത് നമ്മൾ വലിയൊരു ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ വീർപ്പിച്ച ആളുകളായിട്ട് കമൽഹാസൻ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഗ്ലാസിൻ്റെ ഗോളം ഇങ്ങനെ പിടിക്കുന്നു. നമ്മൾ കരാട്ടെ ക്ലാസ്സിലൊക്കെ ഒരു ഡെമോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കില്ലേ, അതുപോലെ പിടിച്ച് നിന്ന് കമൽഹാസൻ ചെന്ന് അവരൊക്കെ ഇടിച്ച് ആ ഗ്ലാസ്സൊക്കെ ഇടിച്ച് പൊട്ടിച്ചു. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഒരു രസം, ഒരു ഡെമോ കാണുന്ന പോലെയാണ് നമുക്ക് അതൊക്കെ കാണാനായിട്ട് തോന്നുക. എന്താണ് ശങ്കറിന് പറ്റിയത് എന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ അതുകൂടാതെ തമിഴ് സിനിമയിൽ നമുക്ക് കാണുന്ന കുറച്ച് സെൻറ്റിമെൻറ്റ്സ് റോളിൽ അമ്മ, അപ്പ, തങ്കച്ചി എന്ന് പറയുന്ന ചില സെൻറ്റിമെൻറ്റ്സ് റോളിലൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തമിഴ് സിനിമയിൽ അത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സിനിമയെ വളരെ താറടിച്ച് കാണിക്കാൻ ഞാനൊരിക്കലും ശ്രമിക്കാറില്ല. വളരെയധികം സിനിമ റിവ്യൂ ഒക്കെ ഇടുമ്പോൾ അങ്ങനെ കാരണം ഒരു സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. അതായത് ഒരു സിനിമ ഉണ്ടാകുന്നത് ഒന്നിലെ ഒരു റൈറ്ററുടെ മനസ്സിൽ ആദ്യം ഒരു കഥാതന്തു രൂപപ്പെടും, അല്ലെങ്കിൽ റൈറ്റർ തന്നെയാണ് സംവിധായകൻ, അവരുടെ മനസ്സിൽ ഒരു കഥാതന്തു രൂപപ്പെടും. ആ കഥാതന്തുവിനെ പേപ്പറിലേക്ക് പകർത്തി ഒരു മോഡിഫിക്കേഷനൊക്കെ സംഭാഷണമൊക്കെ വരുത്തിയതിന് ശേഷം ആ കഥാതന്തു ഒരു നിർമ്മാതാവിനെ കാണിക്കുന്നു. പൈസ ഇത് പടം നിർമ്മിക്കാനൊരു നിർമ്മാതാവ്, ആ നിർമ്മാതാവിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അഭിനേതാക്കളെ കണ്ടെത്തി, ഓരോ കഥാപാത്രത്തിനനുസരിച്ച് അഭിനേതാക്കളെ കണ്ടെത്തി അവരെ അഭിനയിപ്പിച്ച് അത് ക്യാമറയിൽ പകർത്തി അതിനുശേഷം അതിന് വിഷ്വൽ എഫക്റ്റ് കൊടുത്തു, സൗണ്ട് ക്ലാരിറ്റി മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. അതിനുശേഷമാണ് നമ്മളുടെ വൈറ്റ് സ്ക്രീനിൽ സിനിമയുടെ തിയേറ്ററിൻ്റെ അകത്തേക്ക് ഈ സിനിമ. അപ്പോൾ എത്രയോ പേരുടെ ചിന്തകളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയിട്ടാണ് ഒരു സിനിമ വരുന്നത്. അതുകൂടാതെ എത്രയോ പേരുടെ വിയർപ്പിൻ്റെ ഫലമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയെ നമ്മൾ താറടിച്ച് കാണിക്കാൻ ഒരിക്കലും ഇതില്ല. പക്ഷേ ഇത് പ്രത്യേകമായിട്ട് പറയാൻ അതാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ, കാരണം ഇത് ഒരിക്കലും ശങ്കർ എന്ന് പറയുന്ന നല്ലൊരു സംവിധായകൻ്റെ കീഴിൽ നിന്ന് നമുക്കൊരിക്കലും ഇങ്ങനത്തെ ഒരു ഉൽപ്പന്നം ലഭിക്കാൻ പാടില്ല. അതായത് കാതലൻ എന്ന് പറയുന്ന അതിമഹത്തായ സിനിമ നമുക്ക് തന്ന ശങ്കർ, ജെന്റിൽമാൻ എന്ന് പറയുന്ന സിനിമ തന്ന ശങ്കർ, മുതൽവൻ എന്ന് പറയുന്ന നല്ല സിനിമ തന്ന ശങ്കർ, ഇന്ത്യൻ 1 നമുക്ക് തന്ന ശങ്കർ, ആ ശങ്കറിൽ നിന്ന് ഇത്രയും മോശമായ ഒരു സിനിമ ഉൽപ്പന്നം നമുക്ക് കിട്ടുമ്പോൾ പറയാതിരിക്കാനായിട്ട് ഒരിക്കലും നിവൃത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇത്രയും മോശമായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും ഒരു മോശമായിട്ടൊരു സിനിമയെ ഞാനിങ്ങനെ പറയാറില്ല. ഇങ്ങനെയെല്ലാം സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. അപ്പോൾ പരമാവധി ഇത് ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും എൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു, മാപ്പ് തരണം എന്ന് പറയുന്നു. കാരണം ഇത് വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത്, പക്ഷേ ഇങ്ങനെ വന്നതുകൊണ്ട്, ഇതിങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് ശങ്കർ പോലെയുള്ള ഒരു വലിയ സംവിധായകനിൽ നിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. പക്ഷേ
നമുക്ക് പ്രതീക്ഷകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാം ഭാഗം ഇങ്ങനെ സമാപിച്ചു. ഇനി അടുത്തത് വരാൻ പോകുന്നത് ഇന്ത്യൻ 3 ആണ്. അപ്പോൾ ഇന്ത്യൻ 3 ഒന്നാം ഭാഗത്തിനേക്കാളും നല്ലതായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ശങ്കറിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു നല്ലൊരു സിനിമ ആയിരിക്കുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ആ കാത്തിരിപ്പിന് ബലമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു.